കോട്ടയം ഗാന്ധിനഗറിൽ കാട് കയറിയ സ്ഥലത്ത് തലയോട്ടിയും അസ്ഥി കഷ്ണങ്ങളും കണ്ടെത്തി. കളിക്കുന്നതിനിടെ കാണാതെ പോയ പന്ത് തിരയുന്നതിനിടെയാണ് പ്രദേശവാസികൾ തലയോട്ടി കണ്ടത്. പോലീസ് സ്ഥലത്തെത്തി പരിശോധന തുടങ്ങിയിട്ടുണ്ട്. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, മനുഷ്യന്റെ അസ്ഥികൾ എന്ന് തന്നെയാണോ കരുതുന്നത്? ദിവ്യ, മനുഷ്യന്റെ അസ്ഥികൾ എന്ന് സംശയമുണ്ട്. ഇക്കാര്യം ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ സ്ഥിരീകരിക്കാനാവൂ എന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് ഗാന്ധിനഗർ മെഡിക്കൽ കോളേജ് ഹൈസ്കൂളിന് സമീപം കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ പന്ത് കാണാതായതിനെ തുടർന്ന് കാട് കയറിയ പ്രദേശത്ത് പന്ത് തപ്പിയത്. ഇതിനിടെയാണ് തലയോട്ടിയും അസ്ഥി കഷ്ണങ്ങളും കണ്ടെത്തിയതിനെ തുടർന്ന് കുട്ടികൾ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഗാന്ധിനഗർ പോലീസ് സ്ഥലം ബന്ദോബസ്താക്കിയ ശേഷം ഇന്ന് രാവിലെ മുതൽ പരിശോധന നടത്തുന്നുണ്ട്. ഫോറൻസിക്കിന്റെയും അതോടൊപ്പം വിരലടയാള വിദഗ്ധരുടെ അടക്കം സാന്നിധ്യത്തിലാണ് പരിശോധന നടക്കുന്നത്. അതേസമയം മെഡിക്കൽ കോളേജ് പരിസരത്ത് വിദ്യാർത്ഥികൾ ആരെങ്കിലും പഠനശേഷം ഉപേക്ഷിച്ച അസ്ഥി കഷ്ണങ്ങളാണോ എന്നുള്ള സംശയവും ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഇത് മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ നിന്നും അല്പം മാറിയാണ്, പ്രദേശമാണെങ്കിൽ കൂടിയും അല്പം മാറിയാണ്. പക്ഷേ ഈ സ്ഥലത്ത് അത് എത്താനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും കാലപ്പഴക്കമുള്ള അസ്ഥി കഷ്ണങ്ങളും തലയോട്ടിയുടെ ഭാഗങ്ങളുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് ഇത് ആരാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ കാണാതായ ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നു. ദിവ്യ.